ചക്ക വരട്ടി നോക്കിയിരിക്കുന്ന മെസ്സി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ചക്ക വരട്ടി ഉണ്ടാക്കുകയാണ് നമ്മളിന്ന്. അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ വിതൗട്ട് ഫർദർ അഡു നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്തിട്ടാ അമ്മ ചെയ്യണപ്പോ? ഇതിപ്പോ ശർക്കര ഉരുക്കണു. നമ്മള് ചക്ക വേവിച്ചു വെച്ചു. വേവിച്ചു വെച്ചതിന് ശേഷം ഇനി അത് വറ്റണതിന് മുന്നായിട്ട് ശർക്കര ഉരുക്കി അതും കൂടെ അതിൽ ഒഴിച്ചിട്ട് വേണം ചക്ക വറ്റാനായിട്ട്. അതിനൊക്കെ ശർക്കര ഉരുക്കാൻ വെച്ചേക്കാണ്. നമ്മൾ വേവിച്ചു വെച്ച ചക്ക എത്ര ദിവസം മുമ്പ് അമ്മ വേവിച്ചേ? അത് നമുക്ക് സമയമില്ലാത്തോണ്ടാണ് കേട്ടോ. ആദ്യം വേവിച്ചു വെച്ചു, എന്നിട്ട് അതൊക്കെ ഫ്രീസറിൽ വെച്ചു. ഇപ്പൊ 2-3 ദിവസമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിന്റെ അടുത്ത പരിപാടിക്കാണ് ഇതെല്ലാം ചെയ്യാൻ പോണത്. ശർക്കര എടുക്കുന്നതിന്റെ മണം വെട്ടിത്തളിക്കുന്നു ഗൈസ്. സുധാസ് സ്പെഷ്യൽ ചക്ക വരട്ടി. എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ എടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന മിസ് മിൻ. ഇത് ഞാൻ വെച്ച ചക്കട. ഇല മാട്ടിയത് ഞാൻ, മടക്കിയത് ഞാൻ. ഇത് വന്നിട്ട് പ്ലേറ്റിലാക്കിട്ടാണ്. പ്ലേറ്റ് കഴുകി അല്ല അപ്പൊ മറ്റേ മിന്നു എന്നിട്ട് ഇത് കരിക്കിന്റെ ഐസ്ക്രീം. ഇത് ഇത് മിൽമയുടെ ഐസ്ക്രീം, സൊനാറ്റയുടെ ഐസ്ക്രീം. ഓക്കെ, ഇതൊന്നും അറിയാതെ എന്ത് ചെയ്യണമെന്ന് വിട്ട് അന്തം വിട്ട് നിൽക്കുന്ന അനിയൻ. അമ്മ ഈ ഡിഷ് പുറത്ത് ഉണ്ടാക്കാൻ ഡിസൈഡ് ചെയ്തതും ഈ പേപ്പർ വിരിക്കുന്നതൊക്കെ ഈ ഡിഷ് ഉണ്ടാക്കുമ്പം അത് ചുറ്റും പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ വൃത്തികേടാവും. അപ്പോൾ വൃത്തിയാക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ 3 പേര് സഹായികളായിട്ട് വെറുതെ നോക്കി നിൽക്കാം. ഇത് സൂം ചെയ്യാനച്ചാ മെസ്സിയുടെ ഇരിക്കും. ചക്ക വരട്ടി നോക്കിയിരിക്കുന്ന മെസ്സി. എന്താ കിണ്ടി തെക്കോട്ട് തിരിയിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ചെന്തുറ്റ അവന്റെ കൈ നോക്കി, അവന്റെ വേണ്ടേ ആൾക്കാരെ പേടിക്കും കുട്ടിക്ക്. പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇതായിട്ട് വേവിച്ച് വെച്ചാണോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് അമ്മ കൊറേ നാള് വെക്കാറുണ്ട്. എന്നിട്ട് അമ്മ ചക്ക പായസം ഉണ്ടാക്കാറുണ്ട്. മാമ്പഴക്കൂട്ടൻ ചക്ക ഡിഫറൻസ് കാണിച്ചു കൊടുക്കും. അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ബിഫോർ ആഫ്റ്റർ. അതായത് കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മള് ഓ മഴ. ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ എന്റെ ചെടികളാണ്. ചിരിച്ചേ.
അപ്പൊ മുന്നുണ്ടായിരുന്നു എന്നാലും ഉണ്ട് അവന് ആക്ച്വലി മാനറിസംസും ഉണ്ട്, പക്ഷെ ഇപ്പൊ അവൻ അത് കാണിക്കുന്നില്ല, പുറത്തു വിടുന്നില്ല മാനറിസം. അതെല്ലാം ഞാൻ വെച്ച ചെമ്പരത്തി, ഇവിടെ ഞാൻ കുറെ കറ്റാറവാഴൊക്കെ നട്ടിരുന്നു. ഉണ്ട്, ഇതൊക്കെ ഞാൻ ഇവിടെ വീട്ടിൽ വരുന്ന സമയത്ത് ഒക്കെ നട്ടു വെച്ച് പോയിട്ട് ഇപ്പോൾ വലിയ വലിയ അപ്പോഴേക്കും ഇതിങ്ങനെ വലുത് കണ്ടോ. ഇതൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്നും കൊണ്ടുവന്ന വാഴലച്ചെടി. എന്തൊരു ചെടിയുടെ പേര്? വാഴയുള്ളത്. ഇതെല്ലാം ഞാനിങ്ങനെ ഓരോ തവണ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴും ഓരോന്ന് വെച്ചിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും അമ്മയെ രാത്രി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയും എൻ്റെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചില്ലെന്ന് ഞാൻ ചോദിക്കും. അപ്പം അമ്മ പറയും ആ ചെടിക്ക് ഒരു ചെറിയ വാട്ടറുണ്ട്, നമുക്ക് എന്നാലും ഇത്തിരി വളമൊക്കെ ഇട്ട് ശരിയാക്കാന്നൊക്കെ പറയും. നമുക്ക് അരിച്ചിട്ട് അതിലൊഴിക്കാം കേട്ടോ. ശർക്കര ഉരുക്കിയത് നമുക്ക് അരിച്ചിട്ട്, അതല്ലെങ്കിൽ ശർക്കരയുടെ ഉള്ളിൽ നിറച്ച് കരടുകളൊക്കെ ഉണ്ട്, ഇത് ഉരുക്കിയതൊക്കെ അരിച്ചിട്ട് നമുക്ക് ചക്കയിൽ ഒഴിക്കാം. ഇന്നത്തെ യൂട്യൂബിന്റെ വീഡിയോ അതോടെ നിന്നു. നോക്കട്ടെ, കരടുകൾ. അമ്മ പറഞ്ഞ കരടുണ്ടോ? ഓ ശരി, അതെ കുറെ കരടിട്ട്. കണ്ട മായം ചേർക്കണണ്ട, വെള്ളം ഒഴിച്ച് മായം ചേർത്തു. മായം ചേർത്തതല്ല, അതാ കത്തിക്കാൻ പേടിയാ വലിയെടുക്കും. കത്തിക്കാം. ചക്കത ഈ ഒരു പരുവത്തിലാണ് അമ്മ വേവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ഒരു 1/2-3 മണിക്കൂർ ഇത് ഇതേപോലെ വേവിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാവും. തീ വളരെയധികം കുറച്ചിട്ട് നല്ലോണം ഇളക്കിയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അടുക്കളയിൽ വെച്ച് ചെയ്യാതെ പുറത്ത് അടുപ്പ് വെച്ച് ചെയ്യാൻ ഉള്ളതിൻ്റെ മെയിൻ റീസൺ എന്താ ഈ പൊട്ടിത്തെറിക്കുന്നതാണ്. ഈ ചക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശമാണ് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല ഹൈറ്റിലും നല്ല ദൂരത്തോട്ടും ഇത് പൊട്ടിത്തെറിക്കും. നമ്മുടെ മേല് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്, ചുറ്റുഭാഗം മൊത്തം വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രിസർവേറ്റീവ്സും കൂടാതെ ഒരുപാട് കാലം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു സംഭവമാണ് ഈ ചക്കവരട്ടി. അതിന് കാരണം ഇതുണ്ടാക്കുന്ന രീതി തന്നെയാണ്. ഇതിലെ വെള്ളത്തിൻ്റെ അംശം മൊത്തമായി നഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ. ഇത് അമ്മ ഉണ്ടാക്കി നെയ്യല്ലേ? ഓൾ നാച്ചുറൽ തിങ്സ്, ഇതിലൊന്നും അങ്ങനത്തെ ഇല്ല. അവിടെ നെയ്യൊക്കെ ഉണ്ടല്ലോ അച്ചു. ഇല്ല കഴിഞ്ഞിട്ടൊന്നുമില്ല. ചക്ക വേവിച്ച് ഒരു സ്റ്റേജിലെത്തുമ്പോൾ അതിലെ പൊട്ടിത്തെറികൾ, അതിൽ നിന്ന് ഇങ്ങനെ കുമിളകൾ പോലെ വരുന്ന പൊട്ടിത്തെറികൾ ഒരുവിധം കുറയും. വിച്ച് മീൻസ് അതിലെ വാട്ടർ കണ്ടൻറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. ആ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം കുറച്ചധികം നെയ്യ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ, അതായത് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സ് വീണ്ടും ഒരു 1/2 മണിക്കൂറോളം കൂടി തുടരും. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് നമ്മൾ അടുപ്പ് ഓഫാക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിക്കാവുമ്പോൾ ഇതാ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ചക്കവരട്ടി. ഇനി ഇത് നല്ലോണം തണുത്തിട്ട് കണ്ടെയ്നറിലാക്കി വയ്ക്കും. ഇതിന് വരെ ചൂടുണ്ടാവും. ദിസ് ഈസ് ദ കൺസിസ്റ്റൻസി. ആർട്ടിസ്റ്റ്. നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി കുക്കിംഗ് പഠിക്കണ പോലെയല്ല, അമ്മമാര് പണ്ടോട്ട് വെക്കണ സാധനങ്ങളുടെ സ്വാദാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. ഓക്കെ, ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഈ കുപ്പികൾ. അമ്മയ്ക്ക് ഇത് ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ കുപ്പിയുടെ കാര്യമാണ്, ബാക്കിയൊന്നും
അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ. അമ്മയുടെ ഇനിയും ഇങ്ങനത്തെ കുറേ റെസിപ്പീസ് ഉണ്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ബൈ, സയനോര.